അമ്മ ഡോക്ടറാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലായിരുന്നു അന്ന്. അക്കാലത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് സർവീസ് വാസ് വെരി ഡിഫിക്കൽട്ട്. ഒന്നും ശമ്പളവും ഉണ്ടാവില്ല, ഒന്നും ഒരു നിങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തോ എന്ന ഒരു, അമ്മ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുകയില്ലായിരുന്നു. അപ്പോൾ എന്തോ ട്രാൻസ്ഫറോ പ്രൊമോഷനോ എന്തോ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെ കാണാൻ പോയത്, എന്തോ സർവീസ് മാറ്ററാണ്. ഞാൻ കൊച്ചുകുട്ടിയാണ്, ഈ ബോവനമോളിയിലും പട്ടി സീനിലുള്ള മാതിരി ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഭയങ്കര ഒടുക്കത്തെ ജാടയ്ക്ക് നിൽക്കുന്നു. ഞങ്ങൾ നിൽക്കുകയാണ്, ഞാനൊരു കുട്ടിയാണ്, അമ്മയുണ്ട്, നമ്മളെന്തോ കാര്യം സംസാരിക്കുന്നു. ആ വൈബ്സ് നമുക്ക് കിട്ടുമല്ലോ, ഒരു അഹങ്കാരത്തിൻ്റെ വൈബ്സ്. ഈ ഫയലിൽ നിന്ന് തലയുയർത്തി നോക്കുക പോലും ചെയ്യാതെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ ഇവരുടെ മേളിലാണല്ലോ, അവിടെയും ഇതേ അവസ്ഥ. ജാട കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം മേ ബി ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ സെക്രട്ടേറിയറ്റ് പോയത് ഓർമ്മയുണ്ട്. ഇതെല്ലാം ഒരു ദിവസമാണോ പല ദിവസമാണോ എന്ന് പോലും ഓർമ്മയില്ല, പക്ഷേ ഇതൊക്കെ ചെറിയ സ്മരണയാണ്. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ആരെയോ ഇപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഒരാളിങ്ങനെ ഓടി കാറ്റ് പോലെ അകത്തോട്ടങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ ഇതേ അകത്ത് പോയതിന് ശേഷം നമ്മൾ വിളിപ്പിക്കുന്നു. അകത്ത് കയറി കഴിയുമ്പോൾ വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച്, എന്താ ഡോക്ടറെ കാര്യം എന്നൊക്കെ ഒരു കാപ്പിയൊക്കെ കൊടുത്ത്. ഇദ്ദേഹമാണ് ഹയറാർക്കിയിൽ പവറിൽ മേലെ നിന്ന്, അത്രയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇദ്ദേഹമാണ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ആൾ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏറ്റവും മാന്യമായിട്ടും ഭൂമിയിൽ ഇറങ്ങി നിന്നിട്ടും വളരെ സൗമ്യമായിട്ടും, പ്രശ്നം പരിഹരിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ സുഖമുണ്ടായിരുന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരം ഞാൻ അമ്മയെടുത്ത് ചോദിച്ചു, ഇതാരാന്ന് എനിക്ക് അറിയണമായിരുന്നു. ഞാൻ ചോദിച്ചു ഇതാരാണ്. അപ്പോഴാണ് പറയുന്നത്, ഇതാണ് ഹെൽത്ത് സെക്രട്ടറി, IAS ഉദ്യോഗസ്ഥനാണ് എന്ന്. ആദ്യമായിട്ടാണ്. അപ്പോൾ സിനിമാറ്റിക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അറ്റത്ത് IAS എന്ന് കാണുന്നു. അപ്പോൾ ഒരു സർവീസിൽ, പിന്നീട് സർവീസിൽ കയറിയതിന് ശേഷം നമ്മളെ മസൂറി അക്കാഡമി പഠിപ്പിക്കുമ്പോൾ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി എന്ന് പറയും. അതിൽ വേണ്ടുന്ന ഒരു ക്വാളിറ്റി ഇതാണ്. നല്ല രീതി ഹ്യൂമിലിറ്റിയോടുകൂടെ സംസാരിക്കുക. അതൊക്കെ